അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയേ? എന്റെ വീട് ബുൾഡോസർ കൊണ്ട് നശിപ്പിച്ചു. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെയൊക്കെ വീട്? അതാ ഇവിടെ. സ്ഥലത്തിന് പേരില്ലേ? ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാ അടയാളങ്ങളും അവർ മാച്ചു കളഞ്ഞു. പക്ഷേ ആ പേര് മാത്രം ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഓർമ്മയുള്ള ആ പേരേതാണ്? ഇന്ത്യ. ആരാണ് ഇവിടെ നിരോധിക്കപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നത്? ഇന്ത്യ അത് നിരോധിക്കപ്പെട്ട വാക്കാണ്. എന്താണ് നിന്റെയൊക്കെ ബാന്ധങ്ങളിലെ ഇവിടെ വാടി, ഇവിടെ പരിശോധിക്കേ. ഒരു നിസ്കാര തീവ്രവാദികൾ നിങ്ങൾ ഇവിടെ നിന്ന് മടിച്ച് പുറത്താക്കിയതല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത്? ഇവിടെ ആ വഴിയിലേക്ക് മാറ്റി നിർത്ത്. മരിക്കാനുള്ളവരുടെ വരി. നീ അവരെ പിടിച്ചു കൊണ്ടുവാ. നിനക്കുള്ള പണി വരുന്നുണ്ട്. ഞങ്ങളുടെ ഭൂമി കയ്യേറി അവിടെ കുരിശു നാട്ടിയ അത് ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? അക്ഷരാഭ്യാസമില്ലാത്ത കാടനെയും ദളിതരെയും പറഞ്ഞു പറ്റിച്ച് ഈ കൊന്ത ഇടിച്ച് മതം മാറ്റിയ ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? ഇവരെ ആ വരിയിലേക്ക് മാറ്റി നിർത്ത്. ആളത്തിലേക്കുള്ള വരി. ഇവരെ മാംസത്തിന്റെ ഗോമാംസം. ആട്ടിറച്ചിക്കൊക്കെ എന്താ വില? ആട്ടിറച്ചി വാങ്ങാനുള്ള ശേഷി നിനക്കുണ്ടോ? അത് ചത്ത ആടിന്റെ ഇറച്ചിയാ. ചിലപ്പോ വിശപ്പെടുക്കാൻ ഒന്നുമില്ലാണ്ടാവുമ്പോ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കാണ്ടിരിക്കാൻ ഉണക്കി സൂക്ഷിച്ച ആട്ടിറച്ചാത്. ആദ്യം ഈ മാംസം നാഗ്പൂരിലുള്ള നമ്മുടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കേ. ഇനി ഇവനെ കൊണ്ടുപോവനെ. എന്താണ് നിന്റെ ബന്ധത്തിൽ ഓർമ്മകളുടെ ബന്ധം എങ്കിൽ പരിശോധിക്കേ. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാ. പതിക്കെ സഹജരെ സമയമായി കരുണ വെച്ചു കൈകൾ പോകണം. പതിക്കെ സഹജരെ സമയമായി വെച്ചു കൈകൾ പോകണം. ബ്രിട്ടീഷുകാരെ എതിരിടുക. ഉപ്പുനികുതി പിൻവലിക്കുക. ഉപ്പുനികുതി പിൻവലിക്കുക. രഘുപതി രാഘവ രാജാ पतित पावन सीताराम ईश्वर अल्लाह तेरे नाम सबको सम्मति दे भगवान.
മനുഷ്യന്റെയും നാവ് തൊടുന്ന ഒന്ന്, അത് ഉപ്പല്ലാതെ മറ്റെന്ത്? വൈഷ്ണവ ജനത തുണിയെടുക്കാത്ത ഈ വൃദ്ധനാണോ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത്? അതെ, ഇയാൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്തതല്ല, വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയുക. ആത്മഹത്യ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പുഴയിൽ ചാടി, ഓപ്ഷൻ ബി വിഷം കുടിച്ചു, ഓപ്ഷൻ സി കെട്ടിത്തൂങ്ങി, ഓപ്ഷൻ ഡി റെയിൽ പാളത്തിൽ തലവെച്ച്. ഇതിലേതെങ്കിലും അറിയില്ലല്ലേ? അവന് നല്ലൊരു കാര്യം. ആണ്ടത്തിൽ നിന്ന് അടുത്ത ഓർമ്മ എടുക്കാൻ. ഇതാരാണ്? അംബേദ്കർ, ലോകത്തിന് മുഴുവൻ മാതൃകയായ നമ്മുടെ ഭരണഘടനാ ശില്പി. ഇവനാണല്ലേ ആ ഭീകരൻ. പറയുന്നപ്പോഴേനും അധികാരം വേണമെന്ന് വാശി പിടിച്ചയാൾ. ഇവന്റെ കാരണവന്മാർ നടത്തിച്ചതുപോലെ കഴുത്തിൽ ചിരട്ട കെട്ടി പുറകിൽ ചൂല് കെട്ടി നടത്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ജനനന്മയ്ക്കെതിരായ ഈ പ്രമാണം കത്തിക്കുന്നതിനാണ്. ഈ നിയമസംഹിതയാണ് നമ്മളെ അടിമകളായും അവരെ യജമാനന്മാരായും വിഭാവനം ചെയ്യുന്നത്. ഇത് മനുഷ്യരായി ജീവിക്കുന്നതിനുള്ള നമ്മുടെ അവകാശത്തെ തടസ്സപ്പെടുത്തുന്നു. അവരവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഈ നിയമസംഹിത മനുസ്മൃതി നമ്മളിതാ കത്തിക്കുന്നു. അംബേദ്കർ അവന്റെ ഒരു ഭരണഘടന നിന്റെ ഓർമ്മയുടെ ബാന്ധത്തിൽ നിന്ന് അടുത്ത ഓർമ്മയെടുക്ക. ഇതാണ് ശ്രീനാരായണ ഗുരു. ഈ കേരളം നടക്കുന്നതിനോടൊപ്പം ഗുരുവിനുള്ള മുന്നോടിയായിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കീഴാളരായ നിങ്ങൾക്ക് പൂജ ചെയ്യാനോ വിഗ്രഹം പ്രതിഷ്ഠിക്കാനോ അവകാശമില്ല. നാം പ്രതീക്ഷിച്ചത് നമ്മുടെ ശിവനെ. ഇവർക്കും ഒരു ശിവനോ? ശിവ ശിവ വരിക. ദൈവമേ കാത്തുകൊള്ളുന്നേ, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാക്കിക്കോരായിരം തോണി என்பதം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയാൽ നവോത്ഥാന നായകൻ. ജാതിയും മതവുമില്ലാതെ എന്ത് നവോത്ഥാനം? ഇനി നിന്റെ ഭവനത്തിൽ ഓർമ്മകൾ വലുതും ബാക്കിയുണ്ടോ? എടുക്കാം. അയ്യങ്ങൾ കൈകരുത്തുകൊണ്ട് സമരക്കാരെ പോരാളിയ പോരാളി. വില്ലുവണ്ടിയിലേറി വന്ന
കുട്ടികളെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ മട്ടിപ്പുല്ല് പിടിപ്പിക്കും. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ കഴിയുന്ന വഴിയിൽ മനുഷ്യന് നടക്കാൻ കഴിയില്ലെന്നോ? പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി ഉത്തരാവിധിവാസമെഴുതിയ ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മകൾ. ഈ നടുക്കുന്ന ഓർമ്മകളെല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ ഓർമ്മകളുടെ ഭാണ്ഡവുമായി ഒരുത്തൻ വന്നിരിക്കുന്നു. അവന്റെ ഒരു അയ്യങ്കാരി. എവിടെ? നമ്മുടെ റിസൾട്ട് എത്തിയില്ലേ? നമ്മൾ നാഗ്പൂരിലേക്ക് പരിശോധനയ്ക്കയച്ച മാംസത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നിർദ്ദേശിച്ചതുപോലെ ഇത് ഗോമാംസം തന്നെയെന്ന് അവർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ഗോമാവിനെ കൊണ്ടുവന്ന് തള്ളിക്കൊല്ല്, കൊല്ല്, കൊല്ല്, കൊല്ല്. ഇവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ്. തൽക്കാലം ഇവനെ മരിക്കാനുള്ളവരുടെ വരിയിലേക്ക് നിർത്താൻ ഓർമ്മകളുടെ ഭാണ്ഡവും ചുമന്ന് നടക്കുന്ന ഇവനെയാണ് ആദ്യം കൊല്ലേണ്ടത്. സ്വാതന്ത്ര്യ സമരം, നവോത്ഥാനം, ഇങ്ങനെ ഓർമ്മകളുടെ ഭൂതകാലക്കുള്ളിലും ചുമന്ന് നടക്കുന്ന ഇവന്റെ തല തകർക്കണം. ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞാലേ നമുക്ക് ഇനിയും അധികാരത്തിലെത്താൻ പറ്റൂ. അതുകൊണ്ട് ഓർമ്മകളുടെ ഭൂതകാലക്കുള്ളിൽ ചുമന്ന് നടക്കുന്ന ഇവന്റെ തലയാണ് തള്ളി ഇത് ഇരുണ്ട കാലമാണ്. മറവികൾക്കെതിരെ ഓർമ്മകളുടെ കലാപം വേണ്ടേ? മറക്കരുത്, ഓർമ്മകൾ കലാപം ചെയ്യുന്നു. സന്ധ്യ ആവോ ആവോ. ലോക തൊഴിലാളി വർഗത്തിന് ഉണർത്തുപാട്ട് യൂജിൻ പോത്തിയർ രചിച്ച സാർവദേശീയ ഗാനം. ഇത്തരം പരിപാടികൾ തീർച്ചയായും തെരുവവതരണങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ്. ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ചെറിയ ചെറിയ സംഭാവനകൾ അത് ലോകത്തെമ്പാടും തെരുവ് നാടകങ്ങൾ, അതിപ്രോപ് തിയേറ്റർ, പ്രക്ഷോഭ പ്രബോധന നാടകങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ്
അതുകൊണ്ട് നിങ്ങൾ തരുന്ന ചെറിയ തുകകൾ തീർച്ചയായിട്ടും ഒരു വലിയ പോരാട്ടത്തിനുള്ള ഒരു സാംസ്കാരിക പോരാട്ടത്തിനുള്ള സംഭാവനയായി കണക്കാക്കണം. ആരും പോകേണ്ട, പരിപാടി തുടരുക തന്നെയാണ്. ആരംഭിക്കുന്നത്.